എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ വയലറ്റ് അവളാണെങ്കിൽ എല്ലാ ഭാഗവും ചെക്ക് ചെയ്ത് ഇനി ഡോഫ്ലമിംഗോയും അവന്റെ ഒരേ ഒരു അസിസ്റ്റന്റ് ട്രബോള് അവർ രണ്ടുപേരും മാത്രമേ വലിയ വെല്ലുവിളികളായിട്ട് നമ്മുടെ മുൻപിലുള്ളൂ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷവും അതിനുപരി സമാധാനവും. കാരണം ഇനി അവർ രണ്ടുപേരെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നാളത്തെ അവരുടെ തീരാ ദുരിതത്തിൽ നിന്ന് അവർക്ക് കരകയറാനാവും. പക്ഷേ ഡോഫ്ലമിംഗോയും ട്രബോളും അവർ രണ്ടുപേരും നിസ്സാരക്കാരല്ല. പ്രത്യേകിച്ച് ഡോഫ്ലമിംഗോ ഒരുപാട് പേര് ഭയപ്പെടുന്നതും അതുപോലെ തന്നെ കുറെ പവറുള്ള സൈക്കോ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ് സാക്ഷാൽ ഡോഫ്ലമിംഗോ. സോ അവനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് അവരിപ്പോൾ ആലോചിക്കുകയാണ്. അത്രയും നേരം സന്തോഷിച്ചുകൊണ്ടിരുന്ന വയലറ്റിന്റെ മുഖം അതങ്ങനെ മാറി മറിയാണ്. അവൾ ഞെട്ടലോട് കൂടെ അവിടെയുള്ള എല്ലാവരോടും പറയും, നമ്മുടെ ടീമിൽ നമ്മളെ രക്ഷിക്കാനായിട്ട് ഉണ്ടായിരുന്ന ഒരാളെ നമുക്ക് നഷ്ടമായി. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഷോക്കാവുകയാണ്. ആരാണ് അതെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ. അവള് പറയും, അത് മറ്റാരുമല്ല, സാക്ഷാൽ ട്രഫാൽഗറിലോ. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ട്രഫാൽഗറിലോയെ കാണിക്കും. ഒരുപാട് ചോരയിലൊക്കെ കുളിച്ച് അനക്കമില്ലാതെ കിടക്കുകയാണ്. അവന്റെ തൊട്ടടുത്ത് ഫ്ലമിംഗോയും ട്രബോളും അവർ രണ്ടുപേരും ചേതനേറ്റ് കിടക്കുന്ന അവന്റെ ശരീരത്തെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ്. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ലൂഫിക്ക് വേണ്ടിയാണ്. ആ ഒരു കാഴ്ച കണ്ട് ലൂഫി ഫ്രീസായി നിൽക്കുന്നത് കാണാനാണ് ഡോഫ്ലമിംഗോ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആക്ച്വലി ഇവിടെ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്, അതിപ്പോൾ കാണിക്കില്ല, ഇപ്പൊ സമയം കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഒരു കൈ നഷ്ടപ്പെട്ട് ഒരുപാട് വേദനയിൽ ചോര തുളുമ്പി കിടക്കുന്ന നമ്മുടെ ട്രഫാൽഗറിലോ അവനെ നോക്കി ബോളും ഡോഫ്ലമിംഗോയും നിർത്താതെ കളിയാക്കുകയാണ്. സത്യത്തിൽ നീ വെറും വേസ്റ്റ് ആണ്, നിന്നെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. മാത്രമല്ല നീ ബെസ്റ്റ് ഫ്രണ്ടായി കണ്ട് കൂട്ടിക്കൊണ്ടു വന്ന നിന്റെ ഫ്രണ്ട് ലൂഫി, അവൻ ഇതുവരെ നിനക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഇവിടേക്ക് വന്നിട്ടില്ല, നിന്നെ സഹായിച്ചിട്ടുമില്ല. അതിനുശേഷം ഡോഫ്ലമിംഗോ ഇപ്പൊ അവന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തും. ആർക്കും വേണ്ടാത്ത ആ വൈറ്റ് ടൗണിൽ അവിടെ കിടന്ന് മരിക്കേണ്ട നിന്നെ കൂടെ കൂട്ടിയത് ഞാനാണ്. പക്ഷേ നീ എന്റെ ബ്രദറിന്റെ കൂടെ കൂടി എനിക്ക് തന്നെ പാര വെച്ചു. എന്റെ ബ്രദറിനെ കൊന്നതിന് നീ പ്രതികാരം വീട്ടാനായി ഇത്രയും കാലം കാത്തിരുന്നു. ആക്ച്വലി ഇതൊക്കെ നീ ചെയ്ത വലിയൊരു തെറ്റാണ്. എൻ്റെ ബ്രദർ നിനക്ക് തന്ന ജീവൻ അതുകൊണ്ട് യാതൊരു യൂസും ഇല്ലാതായി. ഇത്രയും കാലം നീ ജീവിച്ചതും പ്ലാൻ ചെയ്തതും ഒക്കെ തന്നെ വെറുതെ ആയി. നീ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാതെ ഒരു ഭാഗത്ത് ജീവിക്കുകയായിരുന്നെങ്കിൽ നിനക്ക് ഇനിയും മുൻപോട്ടേക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ നിന്റെ കാലൻ അത് നീ തന്നെയായി മാറി. അതുകൊണ്ട് ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ നിനക്ക് നിന്റെ ജീവൻ അത് നഷ്ടപ്പെടാൻ പോവാണ്. പക്ഷെ അവസാനമായിട്ട് ഞാൻ നിനക്ക് ഒരവസരം കൂടി തരാം. അൾട്ടിമേറ്റ് ഹോപ്പി സർജറി അത് നീ എനിക്ക് ചെയ്തു തരണം. അത് ചെയ്തു തരികയാണെങ്കിൽ എനിക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് കഴിയും. ആര് വിചാരിച്ചാലും എന്നെ തകർക്കാൻ കഴിയില്ല. അത് നീ എനിക്ക് ചെയ്തു തന്ന നിനക്ക് പകരമായിട്ട് നിന്റെ ജീവൻ ഞാൻ തിരികെ തരും. അവനത് പറയേണ്ട താമസം നമ്മുടെ ട്രഫാൽഗറിലോ അവൻ സിമ്പിളായിട്ട് ചിരിച്ച് അതിനൊക്കെ പറയാണ്. ഒരു സെക്കൻഡ് ഡോഫ്ലമിംഗോ ആണെങ്കിൽ വണ്ടറടിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ട്രഫാൽഗറിലോ അവനൊരു ഡിമാൻഡ് ഡോഫ്ലമിംഗോയുടെ മുൻപിലേക്ക് വെക്കുക. നീ പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്യാം, പക്ഷേ എനിക്കൊരു ചെറിയ കാര്യം നീ ചെയ്തു തരണം. നിന്റെ ബ്രദറിനെ അവനെ നീ തിരികെ കൊണ്ടുവരണം. അതിനുശേഷം നീ അവന്റെ മുൻപിൽ താണു വണങ്ങി നിൽക്കണം. ഡോഫ്ലമിംഗോ ആണെങ്കിൽ അത് കേട്ട് ഞെട്ടുകയാണ്. ഒരിക്കലും പോസിബിൾ അല്ലാത്ത ഒരു കാര്യം. ലോ വീണ്ടും പറയും, നീ ലൂഫിയെ കുറിച്ച് പറഞ്ഞല്ലോ, ആക്ച്വലി അവനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. ഈ ലോകത്തിൽ തന്നെ അവൻ ഒരുപാട് മിറാക്കിള് സൃഷ്ടിച്ചിട്ടുണ്ട്. എനിക്ക് അവനിൽ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെയും അവന്റെ അത്ഭുതം അത് നടക്കും. നിനക്കൊരിക്കലും അവന്റെ മുൻപിൽ ജയിക്കാൻ കഴിയില്ല. ആ സീസറിനെയും നിനക്ക് തിരികെ പിടിക്കാനാവില്ല എന്ന് പറയേണ്ട താമസം ഡോഫ്ലമിംഗോ ആണെങ്കിൽ ഇപ്പോ ട്രഫാൽഗറിലോയെ ഷൂട്ട് ചെയ്യാണ്. ബുള്ളറ്റ് കൊണ്ട് ലോ ആണെങ്കിൽ അങ്ങനെ അനക്കമില്ലാതെ താഴേക്ക് വീഴും. അപ്പൊ ട്രഫാൽഗറിലോയുടെ ഷർട്ടിന് പിന്നിലായി കോറസോ എന്ന സിമ്പിൾ ആയിരിക്കും കാണുക. അവനാണെങ്കിൽ നിർത്താതെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഗണ്ണിലുണ്ടായിരുന്ന ബുള്ളറ്റ്സ് എല്ലാം തന്നെ ഡോഫ്ലമിംഗോ അവന്റെ ദേഹത്തേക്ക് ഇറക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ വയലറ്റ് ഇപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്നും വിടാതെ നമ്മുടെ ആൾക്കാരോട് പറയും. അത് കേട്ട് അവർ ഷോക്കായി അത് വിശ്വസിക്കാൻ കഴിയാതെ അങ്ങനെ നിൽക്കുകയാണ്. കാരണം ട്രഫാൽഗറിലോയുടെ പവർ അത് അൺബീറ്റബിൾ ആണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ കിങ് ആളാണെങ്കിൽ ഇപ്പൊ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും ബാക്കിയുള്ള കൊച്ചു കൊച്ചു വില്ലന്മാരെ അവരെ തല്ലിക്കൊല്ലാനുമായിട്ട് അങ്ങനെ പുറത്തേക്ക് നടന്നു പോവാണ്. കിങ് അങ്ങനെ ഫുൾ പവറിൽ പോകുന്നത് കണ്ട ബാക്കി ജനങ്ങൾ അവരാണെങ്കിൽ ഇപ്പൊ കിങ്ങിനെ അനുഗമിച്ച് പിന്നാലെ പോവാണ്. അതേസമയം ഇവിടെ ഡോഫ്ലമിംഗോ ആളാണെങ്കിൽ ഫുൾ കലിപ്പിൽ ഇപ്പോഴും ട്രഫാൽഗറിലോയുടെ ബോഡി നോക്കി മുകളിലേക്കും താഴേക്കും ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ട്രബോളിനാണെങ്കിൽ അടക്കാൻ പറ്റാത്തത്ര സന്തോഷം. കാരണം അവരുടെ മെയിൻ വില്ലന്മാരിൽ ഒരാളായ ട്രഫാൽഗറിലോ അവൻ കൊല്ലപ്പെട്ടു. അവൻ എങ്ങനെ അവന്റെ സന്തോഷം എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. അതേസമയം ഡോഫ്ലമിംഗോ പറയും, ഒട്ടും സമയം കളയാനില്ല, ഇവൻ മരിച്ചതുകൊണ്ട് തന്നെ ഇവന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ അതിപ്പോ മറ്റെവിടെയെങ്കിലും ക്രിയേറ്റ് ആയിട്ടുണ്ടാവും.
ഒരു കാരണവശാലും ആ ഡെവിൾ ഫ്രൂട്ട് ഇനി മറ്റാരുടെയും കയ്യിൽ പോകാൻ പാടില്ല. ആ ലോഫി ഡെവിൾ ഫ്രൂട്ട് അത് എത്രയും വേഗം അന്വേഷിച്ച് കണ്ടെത്തി ആ എറ്റേണൽ ലൈഫ് അതെനിക്ക് തന്നെ സ്വന്തമാക്കണം എന്ന് പറയും. നേരം ഹാപ്പി ആയിട്ടുന്ന ട്രബോൾ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. കാരണം അത് കണ്ടെത്തണമെങ്കിൽ ഒരുപാട് പ്രയാസമാണ്. നമ്മുടെ മുൻപിൽ ഒട്ടും സമയമില്ല. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇവിടെയുള്ള എല്ലാവരെയും തകർക്കണമെന്ന് പറഞ്ഞ് അവൻ കൈ മുകളിലേക്ക് ഉയർത്തും. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ആ സ്ട്രിങ്സ് അതെവിടെയൊക്കെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരികയാണ്. അവൻ എന്തോ ഒന്ന് കാര്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ഡോഫ്ലമിംഗോയുടെ പേര് വിളിച്ച് സാക്ഷാൽ നമ്മുടെ സ്ട്രോഹാർ ലൂഫി ഇനിയിപ്പോൾ അവിടേക്ക് ചാടി വരിക. ലൂഫിയെ കണ്ടതും ഡോഫ്ലമിംഗോ ചിരിക്കും. ഓ, നീ ഒരുപാട് ലേറ്റായി, നിനക്ക് വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവനിപ്പോ ട്രഫാൽഗർ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ലൂഫി ആണെങ്കിൽ അവൻ കാണിച്ച ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ ഇപ്പൊ പെട്ടെന്ന് തന്നെ അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ലൂഫി സ്ട്രെയിറ്റ് ആയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് പോയി അവന്റെ ബോഡി അതങ്ങനെ കാറ്റ് ഊതി വീർപ്പിച്ച് അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി വരും. ലൂഫി അങ്ങനെ ഓടി ക്ലോസ് എത്തേണ്ട താമസം ഞൊടിയിടയിൽ അവൻ സ്പൈഡർ വെബ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ലൂഫിയെ ലോക്ക് ചെയ്യുകയാണ്. പക്ഷെ ലൂഫി ആണെങ്കിൽ ഞൊടിയടെ അവന്റെ സൈസ് ചെറുതാക്കി ആ വെബിലൂടെ പുറത്തേക്ക് പോയി തിരിഞ്ഞ് പുറഞ്ചം അവൻ ആഞ്ഞെട്ടിക്കുകയാണ്. പക്ഷെ എന്താ, ലൂഫി ഇടിച്ചതൊന്നും ഡോഫ്ലമിംഗോയെ അല്ല. ഡോഫ്ലമിംഗോ അവൻ വീണ്ടും ഒരു വെബിലൂടെ ഇപ്പൊ നമ്മുടെ ഹീറോ ലൂഫി അങ്ങനെ ലോക്ക് ചെയ്യുകയാണ്. ലൂഫി ആണെങ്കിൽ ആ ത്രെഡിൽ നിന്ന് രക്ഷപ്പെട്ട് താഴേക്ക് വരുമ്പോഴായിരിക്കും അവന്റെ കാല് മുഴുവൻ ചോര. ഇതെന്ത് സംഭവിച്ചു എന്നറിയാൻ അവൻ ചുറ്റും നോക്കുമ്പോഴായിരിക്കും തൊട്ടടുത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ട്രഫാൽഗർ ലോയെ കാണുക. അവൻ ഷോക്കായിട്ട് ട്രഫാൽഗർ ലോ നിനക്ക് എന്തു പറ്റി, എന്താ ഉണ്ടായെന്ന് ചോദിച്ച് അവനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് ഇപ്പൊ ലൂഫിയുടെ അടുത്തേക്ക് വരും. നീ എത്ര വിളിച്ചിട്ടും യാതൊരു കാര്യവുമില്ല, അവൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. ഒരുപാട് നേരം അവൻ പ്രതീക്ഷയോട് കൂടെ നിന്നെ നോക്കിയിരുന്നു, പക്ഷെ നിന്നെ കണ്ടില്ല. ഇനി ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, നീ നിന്റെ ഫ്രണ്ടിനെ അവനെ എത്രയും വേഗം സംസ്കരിക്കുക. അവൻ അവസാന നിമിഷം വരെ നീ വരുമെന്ന് പറഞ്ഞ് ഒരുപാട് ബിൽഡപ്പ് ഒക്കെ തന്ന് വെയിറ്റ് ചെയ്തു. ഇത്രയും കാലവും നീ ചെയ്ത വീരസാഹസിക കഥകളും നിന്റെ പവറൊക്കെ പറഞ്ഞ് അവൻ എന്നെ വരട്ടി. പക്ഷെ എന്താ, അവൻ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു. എനിക്ക് നന്നായിട്ട് അറിയാം, അവനെ പോലെ നീയും ഒരു വേസ്റ്റ് ആണ്. എനിക്ക് സിമ്പിളായിട്ട് നിന്നെ തകർക്കാൻ പറ്റും. ഇനി ഒന്നും നോക്കാനില്ല, ഇവന്റെ കൂടെ തന്നെ നിന്നെ ഞാനും പറഞ്ഞേക്കാന്ന് പറഞ്ഞ് ഡോഫ്ലമിംഗോയും ട്രബോളും അവർ രണ്ടുപേരും ചേർന്ന് ട്രഫാൽഗർ ലോയെ എങ്ങനെ അറ്റാക്ക് ചെയ്തോ അതുപോലെ ഇപ്പൊ അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ലൂഫിക്ക് അപ്പോഴായിരിക്കും ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടാവുക. അവിടെ തകർന്നു കിടക്കുന്ന ഒരുപാട് പാറകൾ അവൻ കാണും. ബെലമി എങ്ങനെ അവന്റെ സ്പ്രിംഗ് പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നു, അതുപോലെ ലൂഫി അവന്റെ റബ്ബർ പവർ അതുപയോഗിച്ച് ഇപ്പോ ബെലമി അറ്റാക്ക് ചെയ്യുന്നത് പോലെ ആ പാറയിൽ ആഞ്ഞടിക്കുകയാണ്. പക്ഷെ ഡോഫ്ലമിംഗോ സിമ്പിളായിട്ട് വെബ് വെച്ച് ആ അറ്റാക്ക് തടയാണ്. അതേസമയം ഇവിടെ കിങ് ആള് താഴേക്ക് പതിയെ ഇറങ്ങുമ്പോഴായിരിക്കും ഒരു കാര്യം നോട്ടീസ് ചെയ്യുക. അത് മറ്റൊന്നുമല്ല, ഡോഫ്ലമിംഗോ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കേജ് പവർ അതങ്ങനെ പതിയെ അടുത്തടുത്ത് വരികയാണ്. അതങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളെല്ലാവരും ആ വെബ് കൊണ്ട് മരിച്ചു പോകും. ഐലാൻഡിലുള്ള ജനങ്ങളും നേവിക്കാരും എല്ലാം തന്നെ ആ സ്ട്രിങ് അത് അടുത്തടുത്ത് വരുന്നത് കണ്ട് ഷോക്കാവുകയാണ്. അതേസമയം ഡോഫ്ലമിംഗോ അവൻ ഈ ട്രാപ്പ് ക്രിയേറ്റ് ചെയ്താണ് ഇപ്പൊ ലൂഫിയായിട്ട് ഫൈറ്റ് ചെയ്യുക. അവനാണെങ്കിൽ ലൂഫിയെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് ലൂഫിയുടെ തൊട്ടടുത്ത് നിന്ന് ആരോ സംസാരിക്കുന്ന ശബ്ദം അവൻ കേൾക്കും. അവൻ ആ ശബ്ദം അതെവിടെ നിന്ന് വരുന്നു എന്ന് ശ്രദ്ധിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.